നവരാത്രി ദിനങ്ങൾക്ക് തുടക്കം കുറിച്ച് ഇന്ന് 4-ാമത്തെ ദിനമാണ്. ഈ ദിനത്തിൽ കൂഷ്മാണ്ഡ ദേവിയെയാണ് ആരാധിക്കുന്നത്. ദേവിയുടെ ക്രിയാശക്തിയുടെ ആവിഷ്കാരത്തിലാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. ഊർജത്തെ അണ്ഡരൂപത്തിൽ സംഭരിച്ചവൾ എന്ന അർത്ഥത്തിലാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. നവരൂപങ്ങളിൽ പ്രാധാന്യമുള്ളൊരു ദിനമാണ് നവരാത്രിയുടെ 4-ാം ദിനം. സൂര്യമണ്ഡലം നിയന്ത്രിക്കുന്ന ദേവീഭാവമാണ് കൂഷ്മാണ്ഡ. പ്രപഞ്ച സ്രഷ്ടാവിൻ്റെ ദേവീഭാവം ആവാഹിച്ച ദേവിയായാണ് കൂഷ്മാണ്ഡ ദേവിയെ കണക്കാക്കുന്നത്. എണ്ണിയാൽ ഒടുങ്ങാത്ത ബ്രഹ്മാണ്ഡത്തിൻ്റെ ചലനങ്ങൾ നിയന്ത്രിക്കുന്ന ദേവിയാണ് കൂഷ്മാണ്ഡ ദേവി. ആദിപരാശക്തിയാണ് എല്ലാത്തിനും ആധാരം. നവരാത്രിയുടെ 4-ാം ദിനത്തിൽ കൂഷ്മാണ്ഡ ദേവിയെ ഭജിക്കുന്നതും പൂജിക്കുന്നതും എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. രാവിലെ കുളിച്ചു വന്ന് ലളിതാ സഹസ്രനാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനുശേഷം കയ്യിൽ വ്രതച്ചരട് ജപിക്കണം. പിന്നീട് വേണം ഈ വ്രതം എടുക്കുന്നതിന്. ഇത് നവരാത്രിയുടെ ആദ്യ ദിനത്തിൽ ചെയ്യുന്നത് തന്നെ ശ്രദ്ധിക്കണം. വളരെ ലളിതമായ ചടങ്ങുകളിലൂടെയാണ് പിന്നീടുള്ള വ്രതങ്ങളും ചടങ്ങുകളും മുന്നോട്ടു പോകുന്നത്. രാവിലെ കുളിച്ച് ജപം നടത്തിയതിനു ശേഷം മാത്രം ജലപാനം പാടുകയുള്ളൂ. ഇതിനുശേഷം അരിയാഹാരം ഒരു നേരമായി കുറയ്ക്കണം. പിന്നീട് പകലുറക്കം മാറ്റുക. രാത്രി കൃത്യസമയത്ത് ഉറങ്ങുക. ലളിതാ സഹസ്രനാമം ജപിക്കുക. മത്സ്യമാംസാദികൾ പൂർണ്ണമായും ഒഴിവാക്കുക. എന്നിട്ട് അതതു ദിവസത്തെ ദേവീഭാവത്തെ ആരാധിക്കുക. ആരാധിക്കുന്നതിനു വേണ്ടി പുഷ്പം സമർപ്പിച്ച് നമസ്കരിക്കുകയാണ് ചെയ്യേണ്ടത്. കൂഷ്മാണ്ഡ ഭാവം. ദേവിയുടെ കൂഷ്മാണ്ഡ ഭാവത്തിൽ ആണ് 4-ാമത്തെ ദിവസം ആചരിക്കപ്പെടുന്നത്. ആഗ്നേയം അഥവാ ചൂടുള്ളത് എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. പഞ്ചഭൂതങ്ങളെയും പ്രാണനെയും ശുദ്ധീകരിക്കുന്നതാണ് ഈ ദേവി. 8 കൈകളിലായി താമര, അസ്ത്രം, വില്ല്, കമണ്ഡലു, കലശം, ചക്രം, ഗദ, അക്ഷരമാല എന്നിവയാണ് ദേവിയുടെ ഭാവത്തിൽ കുടികൊള്ളുന്നത്. സിംഹവാഹിനിയാണ് കൂഷ്മാണ്ഡ ദേവി. പ്രപഞ്ച സൃഷ്ടിയായ മാതാവാണ് ഈ ദേവി. ഈ ദിനത്തിൽ ദേവിയെ ആരാധിച്ചാൽ ഇത് ഇഷ്ടമംഗല്യ ഭാഗ്യം നൽകുന്നു എന്നാണ് വിശ്വാസം. വ്രതനിഷ്ഠയോടെ വേണം ദേവിയെ ആരാധിക്കുന്നതിന്. ഈ ദിനം പൂജയും സൂര്യഹോമവും ചെയ്യാവുന്നതാണ്. സൂര്യനെ പ്രാധാന്യത്തോടെ തന്നെ ആരാധിക്കാൻ ശ്രദ്ധിക്കണം. ശക്തിപാത്രം എന്നാണ് ദേവിയെ വിശേഷിപ്പിക്കുന്നത് തന്നെ. ദേവിയെ ആരാധിക്കുമ്പോൾ തന്നെ നമ്മിലേക്ക് പോസിറ്റീവ് എനർജി പ്രവഹിക്കുന്നു. ഇത് ക്ഷീണത്തെ അകറ്റുകയും ജീവിതം നല്ല രീതിയിൽ നെഗറ്റീവ് ശക്തികളെ പുറന്തള്ളുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. ദേവിയുടെ പ്രിയപ്പെട്ട പുഷ്പം മുല്ല. ഇന്നത്തെ നിറം റോയൽ ബ്ലൂ. ദേവത കൂഷ്മാണ്ഡ ദേവി. മന്ത്രം ഓം ദേവി കൂഷ്മാണ്ഡായി നമഃ. ഓം ദേവി കൂഷ്മാണ്ഡായി നമഃ. ഓം ദേവി കൂഷ്മാണ്ഡായി നമഃ. നവരാത്രിയുടെ 4-ാം ദിവസമാണ് കൂഷ്മാണ്ഡ പൂജ നടത്തുന്നത്. പൂജാവിധി അനുസരിച്ച് ജീവിതത്തിൽ ഉണ്ടാവുന്നതും ചെയ്യുന്നതുമായി ഉള്ള നന്മയെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. കൂഷ്മാണ്ഡ ദേവിയെ പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുക. പൂജ ആരംഭിക്കുന്നതിന് മുൻപ് ദേവിയുടെ മുൻപിൽ നമസ്കരിക്കുക. തുടർന്ന് വിഗ്രഹത്തിന് പൂക്കൾ, തേങ്ങ, പഴം, പാൽ, സിന്ദൂരം, ചന്ദനത്തിരി എന്നിവ സമർപ്പിക്കുക. അടുത്തത് ദേവിയെ ആഭരണങ്ങളും മറ്റ് പുണ്യവസ്തുക്കളും കൊണ്ട് അലങ്കരിക്കുക എന്നതാണ്. ഇതെല്ലാം പൂജാവിധിയിൽ വരുന്നതാണ്. മന്ത്രം സുരാ സമ്പൂർണ്ണ കലശം രുധിരാപ്ലുതമേവ ച തഥാന ഹസ്തപദ്മാഭ്യാം കൂഷ്മാണ്ഡാ ശുഭദാസ്തു മാ. സുരാ സമ്പൂർണ്ണ കലശം രുധിരാപ്ലുതമേവ ച തഥാന ഹസ്തപദ്മാഭ്യാം കൂഷ്മാണ്ഡാ ശുഭദാസ്തു മാ. സുരാ സമ്പൂർണ്ണ കലശം രുധിരാപ്ലുതമേവ ച തഥാന ഹസ്തപദ്മാഭ്യാം കൂഷ്മാണ്ഡാ ശുഭദാസ്തു മാ എന്ന മന്ത്രത്തോടെ ദേവിയെ ആരാധിക്കുക. ഇത് ജീവിതത്തിൽ പോസിറ്റീവ് ഊർജം നിറയ്ക്കുകയും ജീവിതത്തിലെ പ്രതിസന്ധികളെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു.
എണ്ണിയാലൊടുങ്ങാത്ത ബ്രഹ്മാണ്ടങ്ങൾ സൃഷ്ടിച്ച് ഈ സൃഷ്ടിയുടെ എല്ലാ വിധത്തിലുള്ള ചലനങ്ങളും ആവാഹിച്ച് അതിൽ പ്രവർത്തിക്കുന്ന ദേവിയുടെ ഭാവമാണ് കൂശ്മാണ്ഡ ദേവിക്കുള്ളത്.